നമ്മൾക്ക് എല്ലാവർക്കും അറിയാലേ പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ അമ്മമാർ തരുന്നൊരു സപ്പോർട്ട് അവർ തരുന്നൊരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലുത് തന്നെയാണ്. നമുക്ക് പെൺകുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാനും മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാനും അമ്മമാർ നമുക്ക് തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലുതാണ്. അത് നമുക്ക് മനസ്സിലാവുക ഇപ്പോഴൊന്നും അല്ല കേട്ടോ, നമ്മൾ വളർന്നു വരുന്ന സമയത്താണ് ഈ ഓരോ കാര്യങ്ങളും നമ്മൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊരു കുഞ്ഞു കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കറിയിൽ ഉപ്പിടുന്ന കാര്യങ്ങൾ വരെ ആയിക്കോട്ടെ, അത് നമ്മളെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്താണ് മനസ്സിലാക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാനും അല്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങളെ ഉപദേശിക്കാനും അങ്ങനെ ഒരാൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? എപ്പോഴെങ്കിലും നിങ്ങളത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ നിന്ന് ചെറിയൊരു പാഠമെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ചെറുതായിരുന്ന സമയത്താണ് എൻ്റെ അമ്മ മരിച്ചത്. അതായത് എനിക്ക് അന്ന് സത്യം പറയുകയാണെങ്കിൽ 11 വയസ്സായിരുന്നു ഉള്ളത്. നമ്മളെ ജീവിതത്തിൽ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സമയത്തായിരുന്നു അമ്മ എന്നെ വിട്ടുപോയത്. ആ ഒരു സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എനിക്ക് പറഞ്ഞു തരാൻ ആ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയാനുള്ള ഒന്നാണെങ്കിൽ നമ്മളെ പെൺകുട്ടികളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് പീരീഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. ആ ഒരു കാര്യം എന്താണെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായി വന്ന സമയത്ത് ബാത്റൂമിലിരുന്ന് കരയാന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഇരുന്ന് കരഞ്ഞു. ആ ഒരു കുഞ്ഞി കുട്ടിയായിരുന്ന സമയത്ത് ഇതെന്താണ് സംഭവം എന്ന് പോലും അറിയാനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ ഇതെന്താണെന്ന് പറഞ്ഞു തരാനോ ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഒരുപാട് നേരം കരഞ്ഞ് വേദനയോടെ ഇരുന്ന് അച്ഛനോട് പറയാൻ പറ്റുമോ ഇത്? ആ സമയത്തൊന്നും അത് അച്ഛനോട് പറയാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അച്ഛനുമായിട്ട് അങ്ങനെ ഒരു ഇതെന്താണെന്ന് ചോദിക്കാനുള്ള ഒരു ബോണ്ടോ സംഭവങ്ങളോ ഒന്നുമില്ലാത്തൊരു സമയത്തായിരുന്നു അത് സംഭവിക്കുന്നത്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച ആ ഒരു കാര്യം പോലും ഇപ്പോഴും എൻ്റെ മൈൻഡിൽ അത്രയ്ക്കും ഓർമ്മയായിട്ട് നിൽക്കുന്നത് കേട്ടോ. അന്ന് സത്യം പറഞ്ഞാൽ പേടിച്ച് ഒരുപാട് കരഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലായിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. ഒരു പെണ്ണായിട്ട് വളരുമ്പം പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു പീരീഡ്സിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ പല ഇന്നർവെയേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ പോലും ആണെങ്കിലും നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ഒരു കഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അത് അനുഭവിച്ച് വന്നവർക്ക് മാത്രമേ അതറിയാൻ പറ്റൂ. നമുക്കില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് വാങ്ങേണ്ടി വരും. അത് നമ്മൾ ആരോട് ചോദിക്കും, എങ്ങനെ പറയും, ഒന്നും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിൻ്റെ വേദന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അച്ഛനോട് പറയാതെ ഇരുന്ന് എൻ്റെ കഷ്ടപ്പാടുകളെ എൻ്റെ ഉള്ളിൽ ഒതുക്കി തന്നെ നിന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളത് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് നിങ്ങളോട് പറയാണ്, ദൈവം നമുക്ക് പല ആൾക്കാരെ അതിനായിട്ട് നിയോഗിക്കും. എനിക്ക് അങ്ങനെ നിയോഗിച്ചിട്ടുള്ള ഏറ്റവും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരാളാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത്, എൻ്റെ അച്ഛമ്മ എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ അച്ഛമ്മേനെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിലാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. കാരണം ഇന്ന് എൻ്റെ അച്ഛമ്മ ഈ ലോകത്തില്ല. പക്ഷെ എനിക്ക് അമ്മയായിട്ടും എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരാനും ദൈവം അങ്ങനെ ഒരാളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വൈഫായിട്ട് വന്നിട്ടുള്ള ഒരാളുണ്ട്. എൻ്റെ സ്വന്തം ചേട്ടൻ്റെ അല്ല, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ് സന്ദീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ. ആ ചേട്ടൻ്റെ വൈഫായിട്ടുള്ള ബബിജ എന്ന് പറഞ്ഞ ഒരാൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ അനിയന് വേണ്ടിയിട്ട് ദൈവം പറഞ്ഞു വിട്ടിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ് എൻ്റെ ചേച്ചി എന്ന് പറയുന്നത്. ഞാൻ എത്ര വലുതായിട്ടുണ്ടെങ്കിലും ഞാൻ എത്ര ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെയാണ് കേട്ടോ. കാരണം എന്നെ അമ്മ മരിച്ചതിന് ശേഷം അവർ അത്രയ്ക്കും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പല കാര്യങ്ങളും. എനിക്ക് പറഞ്ഞു തരാൻ പോലും ആരുമില്ലാത്തത് എന്താണ് സംഭവം എന്ന് പോലും പറഞ്ഞു തരാൻ ആരുമില്ലാത്തൊരു സമയത്ത് അവരൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് എൻ്റെ ജീവിതം ഇത്രയും ഉള്ള രീതിയിൽ എത്തിക്കാൻ പറ്റിയത്. അവരോടൊന്നും ഞാൻ എത്ര കടപ്പാട് പറഞ്ഞാലും മതിയാവില്ല. കാരണം
അവർ ചെയ്തത് വളരെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, അതുപോലെ തന്നെ എനിക്കില്ലാത്ത കാര്യങ്ങൾ വാങ്ങി തരിക, ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ആരോടും ചോദിക്കാനില്ല. അതുകൊണ്ട് അവർ ചെയ്തത് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ അവർ ചെയ്തതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആരുമില്ലാന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങുന്ന ആ ഒരു സമയം മുതലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു തുടങ്ങുക. അവിടെ നിന്നാണ് നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നമുക്ക് വേണ്ടി ചെയ്തു തുടങ്ങുക. നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. നമുക്ക് പിന്നെ ദൈവം അനുഗ്രഹിച്ച് പല ആൾക്കാരെയും നമ്മൾ പാർട്ട്ണറായിട്ടും അല്ലെങ്കിൽ അച്ഛനെ പോലെയും അനിയനെ പോലെയും പാർട്ട്ണറായിട്ടും ഒക്കെ നമുക്ക് പല ആൾക്കാരെയും ദൈവം നമുക്ക് തരും. പക്ഷേ എപ്പോഴും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഓരോ കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. നമ്മളെ ജീവിതത്തിൽ നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും, അച്ഛനുണ്ടെങ്കിലും അമ്മയുണ്ടെങ്കിലും ചേട്ടനുണ്ടെങ്കിലും അനിയനുണ്ടെങ്കിലും ഇനി പാർട്ട്ണറായിട്ട് നല്ലൊരാളുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് തുടങ്ങണം. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ സ്ട്രോങ് ആയി നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരു കുഞ്ഞു കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പം എറണാകുളത്ത് നിന്ന് കോഴിക്കോട് പോകുന്നതും അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇനി ട്രിവാൻഡ്രം വരെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ പോകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൽ പഠിച്ചത്. നമുക്ക് ആരും ഉണ്ടാവില്ല, ആ സിറ്റുവേഷനിൽ നമ്മൾ തന്നെ നമ്മളെ നോക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും കേട്ടോ. അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. എൻ്റെ ചെവിയിൽ എന്നെക്കുറിച്ച് ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ പറയാണ്, പല ആൾക്കാർക്കും അങ്ങനത്തെ സിറ്റുവേഷൻസും ലൈഫിൽ ഉണ്ടായവരുണ്ടാകും. എന്നാലും നിങ്ങൾ തളരാൻ പാടില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ നിങ്ങളെപ്പോഴും നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക, വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങളെ പെൺകുട്ടികൾക്ക് മാത്രമായിരിക്കില്ല കേട്ടോ ഒരിക്കലും ഉണ്ടായിട്ടുള്ളത്. അച്ഛനും അമ്മയും ഇല്ലാത്ത അല്ലെങ്കിൽ ആരുമില്ലാത്ത കുഞ്ഞനിയന്മാരും അനിയത്തിമാരും അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഈ ലോകത്തുണ്ടാകും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക. ഒരു കൊച്ചു കാര്യം ചെയ്യുമ്പോൾ പോലും, ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അത് ചെയ്യാം. അത്രേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനുഭവങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഷെയർ ചെയ്യണം കേട്ടോ. എനിക്കത് വായിക്കാനും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എന്നെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ അനുഭവങ്ങളും നിങ്ങൾ താഴെ ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.